ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് അല്ല, നേരെ മറിച്ച് മറ്റൊരു വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. കാരണം ജിയോ പൊളിറ്റിക്സിൽ ഞാൻ കുറേ നോക്കിയപ്പോൾ വലിയ അപ്ഡേറ്റുകളൊന്നുമില്ല. പക്ഷേ ലോകം മൊത്തം കത്തുന്ന ഒരു വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ CDS അനിൽ ചൗഹാൻ സാർ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ, ബ്ലൂംബർഗിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ, അതായത് പാകിസ്ഥാനുമായി നടത്തിയ ആ ഒരു യുദ്ധത്തിൽ നമ്മുടെ എത്ര ഫൈറ്റർ ജെറ്റ്സ് താഴെ പോയി എന്നുള്ളൊരു ചോദ്യത്തിന് സാറ് കൊടുത്ത റിപ്ലൈ ആണ് അമേരിക്കൻ മീഡിയ തൊട്ട് പാകിസ്ഥാൻ മീഡിയ അങ്ങനെ ലോകം മൊത്തം ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിലായി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ പാകിസ്ഥാൻ പറയുന്ന ഒരു ക്ലെയിമാണ്, അതായത് ഇന്ത്യയുടെ 6 ഫൈറ്റർ ജെറ്റ്സിനെ അവർ താഴെ വീഴ്ത്തിയെന്ന്. എന്നാൽ സോഷ്യൽ മീഡിയയിലെല്ലാം 30ൻ്റെ മേലേക്ക് പറയുന്നുണ്ട്. പക്ഷേ 6 എന്ന് പറയുന്ന ഒരു കൺഫർമേഷൻ അവർ പറഞ്ഞതാണ്. എന്നാൽ ഇന്ത്യ ഇതുവരെയും റിജക്റ്റ് ചെയ്യാറും ഉണ്ടായിരുന്നത്. നമുക്കൊരു നഷ്ടവും സംഭവിച്ചില്ല, നമ്മുടെ ഒരു പൈലറ്റിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വരെ കൺഫേം ആയത്, അതായത് നമുക്ക് ഒരു പൈലറ്റിനും ഒന്നും തന്നെ സംഭവിച്ചില്ല. അത് ഒന്നാമത്തെ കാര്യം, കൺഫേം ആയ കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ബ്ലൂംബർഗിന് നമ്മുടെ CDS ഹെഡായ അനിൽ ചൗഹാൻ സാർ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ബ്ലൂംബർഗിൻ്റെ ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ് അനിൽ ചൗഹാൻ സാറിൻ്റെ അടുത്ത്, അതായത് ഇന്ത്യൻ എത്ര ഫൈറ്റർ ജെറ്റ്സ് നഷ്ടപ്പെട്ടു പാകിസ്ഥാനുമായിട്ട്, പാകിസ്ഥാൻ 6 ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഇതിന് സാറ് കൊടുത്ത റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ഒരു ടാക്റ്റിക് മിസ്റ്റേക്ക് സംഭവിച്ചു. അതായത് എത്ര ഫൈറ്റർ ജെറ്റ്സ് നഷ്ടമായി എന്നുള്ളതല്ല, അത് എങ്ങനെ നഷ്ടമായി എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ടാക്റ്റിക് മിസ്റ്റേക്ക് സംഭവിച്ചു. പക്ഷെ പിന്നീട് ഞങ്ങൾ അത് റെക്ടിഫൈ ചെയ്ത് ഞങ്ങൾ പിന്നീട് വരും ദിവസങ്ങൾ 8, 9, 10 ആ ദിവസങ്ങളിൽ ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. എയർബേസുകൾ അറ്റാക്ക് ചെയ്തു, റേഡർ സിസ്റ്റം പെനട്രേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റി, അവരുടെ ഡിഫൻസ് സെക്ടറുകൾ നശിപ്പിച്ചു. അപ്പോൾ ടെററിസ്റ്റ് സെക്ടറുകൾ കംപ്ലീറ്റ് ആയിട്ടും തകർത്തു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, അതായത് എത്ര ഫൈറ്റർ ജെറ്റ്സ് ആണ് നഷ്ടപ്പെട്ടത്, അതായത് 6 എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതിന് പറയുന്നത്, ഇത് തികച്ചും തെറ്റായ കാര്യമാണ്, 6 ഒരിക്കലുമില്ല. പക്ഷെ പിന്നെയും ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ കൺസേൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു മറുപടിയാണ് കൊടുത്തത്. ഇത് ആരും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂ വലുതായിരുന്നു. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ ഓൾറെഡി അവർ അഡ്മിറ്റ് ചെയ്തു അവരുടെ പൈലറ്റ് നഷ്ടപ്പെട്ടു എന്നും. അതുപോലെ തന്നെ ഷെബാസ് ഷെരീഫ് അസർബൈജാനിൽ പോയപ്പോഴും പറഞ്ഞിരുന്നു, അതായത് ബ്രഹ്മോസ് വെച്ച് അവരുടെ നിസ്കാരത്തിന് മുമ്പ് ശക്തമായി അറ്റാക്ക് ചെയ്തു, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും തകർന്നു എന്നുള്ള രീതിയിലൂടെ അവർ സമ്മതിച്ച് ഇന്ത്യൻ നറേറ്റീവ് മെല്ലെ സെറ്റായി വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ വന്നിരിക്കുന്നത്. തികച്ചും ഇന്ത്യയിലുള്ള പലരും ഇതിൽ ഒരു സാറ്റിസ്ഫാക്ടറി അല്ല അതായത് അനിൽ ചൗഹാൻ സാർ കൊടുത്ത ഈ ഇൻ്റർവ്യൂ. തികച്ചും ഇപ്പോൾ ഓൺലൈനിലെല്ലാം തന്നെ നമ്മൾ വാർഫെയർ വളരെ താഴോട്ടാണ്. എന്തെല്ലാം രീതിയിലും ഫേക്ക് ന്യൂസുകൾ ഇറക്കി യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നല്ല അഡ്വാൻസ്ഡ് ആണെന്നുള്ള കാര്യം നമുക്ക് ഈ യുദ്ധത്തിൽ തന്നെ മനസ്സിലായതാണ്. ഇപ്പോൾ പലരും പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ്റർവ്യൂ കൊടുത്ത ന്യൂസ് പേപ്പറിനാണ്, ഇൻ്റർവ്യൂ കൊടുത്തതിനല്ല, കൊടുത്ത ന്യൂസ് പേപ്പർ സെലക്ട് ചെയ്തതിലാണ് പലരും പറയുന്നത്. എന്തുകൊണ്ട് ഇതൊരു മിസ്റ്റേക്ക് ആയോ എന്ന് പലർക്കും സംശയം തോന്നുന്നത്. കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഒരു വശം അക്സെപ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത്, അവർക്ക് തകർച്ച വന്നു എന്ന് അക്സെപ്റ്റ് ചെയ്ത് വന്ന് ഇന്ത്യ ഏകദേശം നല്ലൊരു പൊസിഷനിലോട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഇൻ്റർവ്യൂ കൊടുത്ത ന്യൂസ് പേപ്പറാണ് പ്രശ്നം. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ആയിക്കോട്ടെ, BBC ആയിക്കോട്ടെ, ഈ ബ്ലൂംബർഗ് ആയിക്കോട്ടെ, അൽ ജസീറ ആയിക്കോട്ടെ, ഈ ന്യൂസ് പേപ്പറുകളെല്ലാം തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ മാത്രമേ ഇവർ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ പാകിസ്ഥാനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവരും അവരെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ ഏതെല്ലാം രീതിയിൽ ഫേക്ക് നെറേറ്റീവ്സ് ഉണ്ടാക്കാൻ കഴിയുന്നോ, പണ്ട് പല ന്യൂസ് പേപ്പറും കളിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു ഡേർട്ടി കൺട്രി ആയിട്ട് ഇന്നും പല അമേരിക്കൻസ് അല്ലെങ്കിൽ വൈറ്റ്സ് ആൾക്കാർ ഇന്നും വിശ്വസിക്കുന്നത്. ഇന്ത്യയിലുള്ള ആൾക്കാരിൽ തന്നെ ഒരു വൃത്തിയില്ല, കറുത്തവരാണെന്ന് മാത്രം പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ന്യൂസ് സെറ്റിംഗ് നെറേറ്റീവ് കൊടുക്കുന്നതിൽ ഈ പേപ്പറുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ന്യൂസ് പേപ്പറായ ബ്ലൂംബർഗിന് തന്നെ ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അനിൽ സാറ് കൊടുക്കേണ്ടായിരുന്നു എന്ന പല ഇന്ത്യൻസിൻ്റെയും ഒരു മൈൻഡ് പ്രോസസ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1971 യുദ്ധത്തിനിടയിലും 45ഓളം എയർക്രാഫ്റ്റുകൾ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ പറഞ്ഞത് 90 നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യക്ക്. അപ്പോൾ എല്ലാ യുദ്ധത്തിലും നഷ്ടങ്ങൾ സംഭവിക്കും, പക്ഷെ അത് നമ്മൾ എപ്പോഴും കുറച്ചാണ് കാണിക്കുക. അത് ഏത് യുദ്ധം, അത് ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും അത് സമ്മതിക്കുന്നതാണ്. എത്രയും 10 നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ 1 മാത്രമോ എല്ലാവരും തുറന്നു കാണിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ് കാർഗിൽ യുദ്ധത്തിലാണെങ്കിലും നമ്മൾ നഷ്ടങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്തില്ല. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, അതുപോലെ തന്നെ അതിന് മുമ്പ് നടന്ന ബാലാക്കോട്ട് സ്ട്രൈക്ക്, ഇതിലെല്ലാം തന്നെ നമ്മൾ നഷ്ടങ്ങളെല്ലാം തന്നെ കുറച്ച് ഒതുക്കി വെക്കുന്നതാണ്. ഇപ്പോൾ ഇത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, സാറ് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ
ഇത് ആ തുടക്ക ഭാഗവും മുക്കി അവസാന ഭാഗവും മുക്കി. ഈ ഒരു മിനിറ്റ് മാത്രം ബ്ലൂംബർഗ് കട്ട് ചെയ്ത് അവരുടെ ട്വിറ്ററിലായിക്കോട്ടെ അതുപോലെ തന്നെ എല്ലാ മീഡിയകളിലും അവർ ഇതാണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലൂംബർഗ് ഇപ്പോൾ വീണ്ടും ഒരു പ്രചരണം അവർ തുടങ്ങാൻ തുടങ്ങി. പാകിസ്ഥാനിലെല്ലാം തന്നെ പടക്കം പൊട്ടിച്ചാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഇത്രയും ദിവസം ഓരോ ഇന്ത്യൻ, ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും പാകിസ്ഥാൻ്റെ നെറേറ്റീവ്സ് എല്ലാം പൊളിക്കാൻ വേണ്ടി പരമാവധി കുറേ കമൻറ്റുകളെല്ലാം ഇട്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ സാറ് ബ്ലൂംബർഗിന് കൊടുത്ത ഈ റിപ്പോർട്ടുകളുടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ബ്ലൂംബർഗ് അതിൻ്റെ നല്ല വശങ്ങളെല്ലാം ഒതുക്കി. നല്ല വശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ പാകിസ്ഥാന് നഷ്ടമായ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കി തീർന്നിട്ട് ഇതിൽ ആ ഒരു മിനിറ്റ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.